നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിഫ്റ്റി ഇപ്പോൾ വളരെ ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഏതുവരെയാണ് ഇനി ഡൗൺ ആവാൻ സാധ്യതയുള്ളത് എന്ന് എല്ലാവരുടെയും മനസ്സിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ നിഫ്റ്റിയും കൂടാതെ ബാങ്ക് നിഫ്റ്റിയും ഏത് ലെവലിൽ നിന്നാണ് ഇനി ഒരു റിവേഴ്സൽ തരാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴും പറയാം, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾ സേഫാണ്. കാരണം നിങ്ങൾ ഈ ചെറിയ കുലുക്കമൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ഒത്തിരിയേറെ പേർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വലിയ ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിന് തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി FISന്റെ സെല്ലിംഗ് ഒക്കെ വരുന്ന ആഴ്ചയിൽ കുറച്ച് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അടുത്തതായി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലി പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. അതുവഴി ബാങ്ക് നിഫ്റ്റിയും ഇനി എപ്പോഴാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു റിവേഴ്സലിന് സാധ്യതയുള്ളത് എന്ന് പാസ്റ്റ് ഡാറ്റ വെച്ചുകൂടി നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിഫ്റ്റി ഒരു ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീക്ക്ലിയിലും കഴിഞ്ഞ ആഴ്ച ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു. നല്ല ബിയറിഷ്നെസ് തന്നെയാണ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും സൂചിപ്പിക്കുന്നതും. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 2.5% ഇടിഞ്ഞത്. ഇത് തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയാണ് നിഫ്റ്റി ഇടിയുന്നത്. കൂടാതെ വീക്ക്ലി ക്യാൻഡിൽ ഹയർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇനി വീക്ക്ലി വോളിയം വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് മുൻപുള്ള ആഴ്ചയിലെ ആവറേജ് വോളിയത്തേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ബിയറിഷ് വോളിയം ഉണ്ടായിരുന്നത്. ഇനി നിഫ്റ്റി എവിടെ നിന്നാണ് തിരിയാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് കുറച്ച് പഴയ ഡാറ്റ വെച്ചൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയിൽ വീക്ക്ലി ചാർട്ടിൽ ജൂൺ മാസത്തിൽ ഒരു പിൻബാർ ഫോം ആയത് ഇവിടെ കാണാം. അതിപ്പോൾ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിൻബാർ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം കൂടി പറയാം. ഈ പിൻബാറിന്റെ ഹൈ ഒരു ഡിമാൻഡ് സോൺ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 50 വീക്ക് EMAയും അതുകൂടാതെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടും വരുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ്. അത് ഏകദേശം 23,200, 23,350 ലെവലിനൊക്കെ ഇടയിലാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ നിഫ്റ്റി 200 ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഏതായാലും വരുന്ന ആഴ്ചയിലെ FIS സെല്ലിങ്ങും ഗ്ലോബൽ ടെൻഷനുകളും എത്രത്തോളമാണ് ഇന്ത്യൻ മാർക്കറ്റുകളെ ബാധിക്കുക എന്നതിനനുസരിച്ച് മാർക്കറ്റ് പുതിയ ദിശയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ ജനുവരി മുതൽ വരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കൂടി ഡൗൺ സൈഡിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവലിൽ തന്നെയാണുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി വീക്ക്ലിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബിയറിഷ്നെസ്സിന്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ളതാണ് എന്ന് കാണാം. കൂടാതെ വീക്ക്ലി ബിയറിഷ് വോളിയത്തിലും നല്ല കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 50 വീക്ക് EMA ഉള്ള 49,500 ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും താഴെയുള്ള ആ ഒരു സപ്പോർട്ട് ലെവലും വരുന്നത് ആ ഒരു സോണിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റിക്കും ഒരു റിവേഴ്സൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഇതുവരെയും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ക്ലിയർ റിവേഴ്സൽ ഇൻഡിക്കേഷനുകൾ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വരും ആഴ്ചകളിൽ നമുക്ക് കൂടുതൽ കൺഫർമേഷനുകൾ ലഭിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി മറ്റൊരു കാര്യമുള്ളത്, മാർക്കറ്റ് ഇപ്പോൾ വളരെ വലിയ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്റ്റോക്കൊക്കെ നമ്മൾ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട്. ചില സ്റ്റോക്കുകളിലൊക്കെ വലിയ ഇടിവ് നമ്മൾ കാണുമ്പോൾ അത് ചാടിക്കേറി അതിൽ ബൈ ചെയ്യാതിരിക്കുക. കൃത്യമായി തന്നെ ആ സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിലൊക്കെ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് കൂടുതലായി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ അവിടെ സ്റ്റുഡൻസിനായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ്. ഇനി കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ധാരാളം ഇവന്റ്സ് തന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളെ മുന്നോട്ട് നയിച്ചത്. പ്രത്യേകിച്ച് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഇന്ത്യയിൽ നിന്നും പുറത്തു വന്നത് വളരെയേറെ നെഗറ്റീവായിരുന്നു. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയേറെ ഒരു ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ഇനി ഈ ആഴ്ച അത്തരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സിലേക്ക് വരാം. ആദ്യം തിങ്കളാഴ്ച നവംബർ 18 G20 സമ്മിറ്റ് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ട്.
അന്നേ ദിവസം വാരി എഞ്ചിനീയറിംഗ്സ് എന്ന കമ്പനിയുടെ റിസൾട്ട് പുറത്തു വരും. ചൊവ്വാഴ്ച നവംബർ 19 NTPC ഗ്രീൻ എനർജി സബ്സ്ക്രിപ്ഷനായി ഓപ്പൺ ആകുന്നുണ്ട്. ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു IPO ആണ്. അന്ന് ചൊവ്വാഴ്ച നവംബർ 19 US ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റ പുറത്തു വരും. ബുധനാഴ്ച നവംബർ 20 UK ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തു വരുന്നുണ്ട്. അന്നേ ദിവസം തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് UPLൻ്റേതാണ്, അത് ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച നവംബർ 21 ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി സിൻക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ആണ്. അന്ന് തന്നെ US ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റ തുടങ്ങിയ പുറത്തു വരും. നവംബർ 22 വെള്ളിയാഴ്ച ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സർവീസസ് PMI ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ഏതായാലും G20 സമ്മിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സർവീസസ് PMI ഡാറ്റയും വെള്ളിയാഴ്ചത്തേത് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മളിവിടെ നോക്കിയത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു വീക്ക്ലി അനാലിസിസും കൂടാതെ വരുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഏവർക്കും നന്ദി.